പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി 11-ാം 29-30 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സൗമ്യത വന്നിട്ടുണ്ടോ? നോക്കി, യേശു എത്ര സൗമ്യനാണെന്ന്. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോഴും പീലാത്തോസിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് കൊണ്ടുപോയപ്പോഴും യേശു സൗമ്യനായിരുന്നു. എനിക്കും നിനക്കും വേണ്ടി യേശു സൗമ്യനായി നിന്നു. ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോഴും കർത്താവ് ദേഷ്യപ്പെടുകയോ മറുത്തൊന്നും പറയാതെ, ഒന്നും ചെയ്യാതെ സൗമ്യനായി നിന്നു. യേശുവിൻ്റെ ആ സ്വഭാവം നിന്നിൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഈ സൗമ്യത വരുന്നുണ്ടോ? ഇല്ല എങ്കിൽ യേശുവിൻ്റെ മുന്നിൽ കീഴടങ്ങിയാൽ അത് നിന്നിൽ നിറയപ്പെടും. സൗമ്യതയും താഴ്മയുമുള്ള യേശുവിൻ്റെ ചുവട് പിന്തുടരുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ആത്മാവിന് ആശ്വാസം പകരുവാൻ യേശു ശക്തനാണ്. ഫിലിപ്പിയർ 4-ാം 5-ാം പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. യേശു നിന്നിൽ നിറഞ്ഞ് നിന്നിലൂടെ വരുന്ന ആ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ കളിയാക്കിയവരുടെ മുന്നിൽ, നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നിന്റെ സൗമ്യത വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.